എങ്ങനെയെങ്കിലും നിസ്കരിച്ചാൽ അത് അല്ലാഹു സ്വീകരിക്കുമോ? എങ്ങനെയെങ്കിലും നിസ്കരിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? അതേ, എത്രയോ ചെറുപ്പക്കാരിന്ന് നിസ്കരിക്കുമ്പോൾ സുജൂദ് ചെയ്യാൻ അവന് ഒറ്റക്കൈയാണ് ഇന്ന് പലർക്കും കാണുന്നത്. ചിന്തിച്ചു നോക്കിയോ എന്താ കാരണമെന്ന്? ഒരു കൈ കൊണ്ട് സുജൂദിനവൻ നിലത്ത് കുത്തിയിട്ട് ഒന്നുകിൽ വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈ കൊണ്ട് അവനതാ പിന്നിലെ ഷർട്ട് പിടിച്ച് വലിക്കുന്നു. അതേ, ടീഷർട്ട് പിടിച്ച് വലിക്കുകയാണ്, ബനിയൻ പിടിച്ച് വലിക്കുകയാണ്. എന്താ കാരണം? ഒരു മുറിയൻ കുട്ടിക്കുപ്പായമാണ് ഇന്നത്തെ സ്റ്റൈല്. അതേ, പാൻസ് ധരിച്ച് അതിന്റെ മുകളിലതാ അവൻ ബനിയൻ ധരിച്ചിട്ടില്ല, ഒരു മുറിയൻ കുപ്പായം ഇന്നത്തെ സ്റ്റൈൽ അനുസരിച്ചവൻ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ ടൈറ്റുമാണ്. എന്നിട്ടതാ നിസ്കരിക്കുന്ന നേരത്ത് അവൻ റുകൂഇൽ പോയാൽ ഇന്നാ ലില്ലാഹി, അവൻ സുജൂദിൽ പോയാൽ പറയുകയും വേണ്ട ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബാക്കിലെങ്ങാനും നിസ്കരിക്കുന്നവൻ ഇവന്റെ ദുബുറ് കൊണ്ടല്ലേ നിസ്കരിക്കുന്നത്, ഇവന്റെ ഔറത്ത് കണ്ടുകൊണ്ടല്ലേ നിസ്കരിക്കുന്നത്. എന്തേ ചെറുപ്പക്കാരെ ഇത്ര അധപ്പതിച്ചു പോകുന്നത്? ഇതാർക്ക് വേണ്ടിയാണ് ഈ ഇബാദത്ത് ചെയ്യുന്നത്? ഷർട്ടൊന്ന് നീളം കൂട്ടിയാൽ എന്ത്? ഇനി ആ ഷർട്ടിനടിയിൽ ഒരു ബനിയൻ ധരിച്ചുകൂടെ? അതിനൊരു മാന്യത കാണിച്ചുകൂടെ? മറ്റുള്ളവന്റെ സ്റ്റൈല് നമ്മൾ സ്വീകരിക്കണോ? അവന്റെ സംസ്കാരം മറ്റുള്ളവന് എന്തുമാകാമല്ലോ. അവൻ 5 നേരം നിസ്കാരമില്ലല്ലോ. 5 നേരം നിസ്കരിക്കുന്ന സഹോദരാ, ഇതെങ്ങനെയെങ്കിലും വന്ന് കുമ്പിട്ട് പോയാ മതിയോ? എങ്ങനെയെങ്കിലും സുജൂദ് ചെയ്താൽ മതിയോ? ഇത് റബ്ബ് സ്വീകരിക്കണ്ടേ? ഇതെങ്ങാനും സ്വീകരിക്കാതെ പോയാൽ ഫമൻ റുദ്ദത്ത് അലൈഹി സ്വലാത്തുഹു, ആരുടെ നിസ്കാരം തള്ളപ്പെട്ടു കഴിഞ്ഞുവോ റുദ്ദ അലൈഹി, അവന്റെ നിസ്കാരം മാത്രമല്ല തള്ളപ്പെടുന്നത്, റുദ്ദ അലൈഹി സായിറു അമലിഹി, അവന്റെ മറ്റു കർമ്മങ്ങൾ പോലും തള്ളപ്പെടുന്നു. എത്ര ഗൗരവത്തോടെ ചിന്തിക്കണം. എത്ര പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാകാതെ പോയല്ലോ. അതേ, എന്തേ ഇങ്ങനെ ആയി പോകുന്നത്? നിസ്കരിക്കുമ്പോ അവന്റെ ഔറത്ത് വെളിവായ പിന്നെ എന്താ കാര്യം? ഒരു പുരുഷന്റെ ഔറത്ത് ഏതാണ്? നിസ്കരിക്കുമ്പോൾ അവൻ മറക്കൽ നിർബന്ധമായ ഔറത്ത് ഏതാണ്? അവന്റെ പൊക്കിളിന്റെ തൊട്ട് മീതെ, മുട്ടിന്റെ അല്പം താഴെ അവൻ ശരിക്കും മറക്കൽ നിർബന്ധമല്ലേ? പൊക്കിളെന്ന് പറയുമ്പോ അത് മുൻഭാഗത്തേക്ക് മാത്രമുള്ള നിയമമാണോ? ഒരു ശരീരത്തിന്റെ പൊക്കിളെന്ന് പറയുമ്പോ ആ വയറിന്റെ അതേ ഭാഗത്തുള്ള പിൻഭാഗവും ഔറത്ത് തന്നെ. അതിന്റെ അതേ ഭാഗത്തുള്ള സ്ഥലം, അതിന്റെ തൊട്ട് താഴെ നമ്മുടെ ബാക്ക് ഭാഗത്ത് വെളിവായി കഴിഞ്ഞാൽ അവന്റെ നിസ്കാരം ഫസാദ് തന്നെ, ബാത്തിലായി പോകുന്നു. മാത്രമല്ല, ബാക്കിൽ നിൽക്കുന്ന എത്ര മനുഷ്യൻ ഈ ഔറത്ത് നിസ്കാരത്തിൽ കാണേണ്ടി വരികയാണ്. എത്രയാളുടെ നിസ്കാരമാണ് ഫസാദാക്കുന്നത്. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു, സർവ്വ സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, നിസ്കാരം നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്യാനുള്ളതല്ല. ഫമൻ അദ്ദാഹാ, ആരത് നിർവഹിച്ചുവോ ബിഹഖിഹാ, അതിന്റെ മുറപ്രകാരം നിർവഹിക്കണം. എങ്കിൽ മാത്രം ഖുബിലത്ത് മിൻഹു, അവനിൽ നിന്നത് സ്വീകരിക്കപ്പെടും.